കോൺസ്റ്റിറ്റ്യൂഷന്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയ SSCRT പഠിക്കാൻ പോകുന്ന ലെസൺ പറയുന്നത് ക്ലാസ് 9th ചാപ്റ്റർ 4 ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം, ആമുഖം, ഗവൺമെന്റിന്റെ ഘടകങ്ങൾ, ഭേദഗതി, ഇതൊക്കെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും ഈ ലെസൺസ് ഒക്കെയാണ് നമ്മുടെ സിലബസ് അടിസ്ഥാനമാക്കിയിട്ട് പുതിയ SSCRT പഠിക്കേണ്ട ലെസൺസ്. അതിൽ നമ്മൾ ഇത് കഴിഞ്ഞിട്ടുണ്ട്, ഇത് രണ്ടെണ്ണം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ രണ്ട് ലെസൺ നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു, ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിൽ കേട്ടോ. ഇത് രണ്ടും തരാം കേട്ടോ, ഇത് രണ്ടും തരാം. അപ്പൊ നമുക്ക് ഇനി ഇത് എടുക്കാം കേട്ടോ. ഇന്ന് അതിലെ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസമാണ് നമുക്ക് നോക്കാം. അതേപോലെ പഞ്ചായത്ത് രാജിൽ വരുന്ന രണ്ട് ലെസൺ ഉണ്ട്. അതോടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മുതൽ 10 വരെയുള്ള ഇത്രയും ലെസൺ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. സിലബസ് ഓറിയന്റഡ് ആണ് ഏത് ഈ ലെസൺ എന്ന് പറയുന്നത്. നോക്കാം ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം കേട്ടോ. അതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചിട്ടുള്ള ഏതൊക്കെ ആശയങ്ങളാണ് നെഹ്റുവിന്റെ ലക്ഷ്യപ്രമേയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? നമുക്കറിയാം, ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ആ ലക്ഷ്യപ്രമേയം ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്ന വേളയില് ലക്ഷ്യപ്രമേയമാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? ആമുഖമായിട്ട് മാറുന്നത് അല്ലെ. അങ്ങനെ ആ ലക്ഷ്യപ്രമേയത്തിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നാണ് ചോദ്യം. അതിൽ സമത്വം, നിയമത്തിന് മുമ്പുള്ള സമത്വം, പദവി സമത്വം, ആവിഷ്കാര സ്വാതന്ത്ര്യം, സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരവുമായ നീതി, ഇത്രയും കാര്യങ്ങളാണ് ലക്ഷ്യപ്രമേയത്തിൽ ഉൾപ്പെട്ടത്. സ്റ്റേറ്റ്മെന്റ് വരുമ്പോ ഇതിലത്തെ ഈ 5 നിന്നും ഏതെങ്കിലും ഒന്ന് ഉള്ളിലേക്ക് കയറ്റിയിട്ട് എന്ത് ചോദിക്കും? ഇതിൽ ഉൾപ്പെട്ടത് ഏത്, ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെ ചോദ്യം വരും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ 5 കാര്യങ്ങളാണ്. സമത്വമുണ്ട്, അതുപോലെ നിയമത്തിന് മുമ്പിലുള്ള സമത്വമുണ്ട്, പദവി സമത്വമുണ്ട്. 3 തരം സമത്വം കേട്ടോ. ഒരു സമത്വം അത് ഓൾറെഡി എല്ലാ വിഷയത്തിലുമുള്ള സമത്വം. ഇനി നിയമത്തിന് മുന്നിൽ സമത്വം വേണം, പദവിയിലും സമത്വം വേണം, ആവിഷ്കാര സ്വാതന്ത്ര്യം, സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരമായ നീതി. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിലെ എന്തെല്ലാം ആശയങ്ങളാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നത്? മനസ്സിലായോ? ലക്ഷ്യപ്രമേയമാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? ആമുഖം ആയിട്ട് മാറുന്നത്. പക്ഷെ ലക്ഷ്യപ്രമേയത്തിലെ ചില കാര്യങ്ങളാണ് ആമുഖത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നത്. പരമാധികാരം ജനങ്ങൾക്ക്, മതേതരത്വം, സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയപരമായ നീതി, ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം. ഇത്രയും കാര്യങ്ങളാണ് ലക്ഷ്യപ്രമേയത്തിൽ നിന്നും ആമുഖത്തിലേക്ക് ഉൾപ്പെട്ടത്. അതിൽ പരമാധികാരം ജനങ്ങൾക്കാണ്, മതേതരത്വം, സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയമായ നീതി, ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം. ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയെ സ്വീകരിച്ചത് എന്നാണ്? ഒപ്പുവെച്ചത്, സ്വീകരിച്ചത് എന്നാണ്? 49 നവംബർ മാസം 26-ാം തീയതി കേട്ടോ. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയെ സ്വീകരിച്ചത് എന്നാണ് ചോദിച്ചാൽ 49 നവംബർ മാസം 26. അങ്ങനെ 49 നവംബർ 26 കഴിഞ്ഞ് 1950 ജനുവരി മാസം 26-ാം തീയതി ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരികയും ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. കഴിഞ്ഞ ക്ലാസ്സിന്റെ തുടർച്ചയാണ്, മനസ്സിലായി? അപ്പോൾ ആ ലെസൺ ഓർഡറായിട്ട് നമ്മൾ പഠിച്ചു വരുമ്പോൾ നമ്മുടെ പഠനത്തിലൊരു കൃത്യനിഷ്ഠത പാലിക്കാനായിട്ട് നമുക്ക് പറ്റും. നമ്മൾ ഒരു ഗൈഡ് എടുത്തിട്ട് ഇരുന്ന് മൗലികാവകാശം, മൗലിക കർത്തവ്യം, മാർഗനിർദ്ദേശങ്ങൾ, ലിസ്റ്റുകൾ ഇങ്ങനെ പഠിച്ച് കോൺസ്റ്റിറ്റ്യൂഷന്റെ പഠിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ ഗൈഡുകളിൽ. അതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും 5 മാർക്കാണെങ്കിൽ 5 മാർക്ക്, അല്ലെങ്കിൽ 10 മാർക്കാണെങ്കിൽ 10 മാർക്ക് ഒരിക്കലും കിട്ടില്ല. ഒന്നും കിട്ടില്ല. നമുക്ക് ഫുൾ നെഗറ്റീവ് അടിച്ചിട്ട് നമ്മൾ വരും. പക്ഷെ നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് SSCRT കൊടുക്കേണ്ട വിഷയങ്ങൾ നന്നായിട്ട് ആദ്യം പഠിച്ചു മാറ്റി, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന മേഖലകൾ നന്നായിട്ട് പഠിച്ചാൽ ഈ മാർക്ക് കൈകളിലിരിക്കും. എങ്കിൽ നമുക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ഭരണഘടന ബൃഹത്തായതാണ് അല്ലേ. അതായത് ഏറ്റവും വലിയ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന നമ്മുടെ ഇന്ത്യയുടേതാണ്. പാർലമെന്ററി ജനാധിപത്യ മൂല്യങ്ങളെയാണ് ഇത് ഉയർത്തിപ്പിടിക്കുന്നത്. ദൃഢവും അയവുള്ളതുമായ ഘടനയാണ്. ഇത് പ്രീവിയസ് ചോദ്യമാണ്. ദൃഢം, അതായത് അതിനെ ഭേദഗതി ചെയ്യാൻ കുറച്ച് പാടാണ്. എന്നാൽ ഒരു അയവുള്ളതുമായ, രണ്ടുമാണ്, ദൃഢവുമാണ് അയവുള്ളതുമാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ അടങ്ങിയിട്ടുണ്ട്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, അതായത് നിയമനിർമ്മാണത്തിൽ നിന്നും കാര്യനിർവഹണത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ.
സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ അല്ലെ, ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്താണ്, അവർക്ക് അവരുടേതായിട്ടുള്ള ആർട്ടിക്കിളോട് കൂടി അധികാരമുണ്ട്. കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവര് ആയിരിക്കും. കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങളാണ് മൗലിക അവകാശം. മൗലികാവകാശം, മാർഗനിർദ്ദേശക തത്വം, മൗലിക കടമ, ഇതൊക്കെ സവിശേഷതകളാണ് കേട്ടോ. പൗരർ രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് മൗലിക കർത്തവ്യങ്ങൾ. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. എങ്ങനെ? ലിസ്റ്റുകളായിട്ട് അല്ലേ? കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് അധികാരം വേർതിരിച്ചിട്ടുണ്ട്. പഠിച്ചല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് മാറ്റി ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്ത് റിവിഷൻ ചെയ്ത് എക്സാം ഹാളിൽ കയറുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഇതിൽ നിന്നുള്ള സ്റ്റേറ്റ്മെന്റുകളെല്ലാം അതിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും, വീട്ടിലെത്തുമ്പോൾ മാർക്ക് കൂട്ടുമ്പോൾ നല്ലൊരു മാർക്കും, റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഫസ്റ്റ് നിൽക്കുന്നതും, ജോലി കയറുന്നതും, അതൊക്കെ ഒന്ന് സ്വപ്നം കണ്ടിട്ട് നന്നായിട്ട് പഠിക്കാം. ഇനി അടുത്ത് നോക്കാം, എന്താണ് ഫെഡറലിസം? ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം 2 തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്ന ഭരണ സംവിധാനമാണ് ഫെഡറലിസം. അധികാരം 2 തലങ്ങളിലേക്ക് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനുമായിട്ട് വിഭജിക്കപ്പെടുന്ന സംവിധാനമാണ് ഫെഡറലിസം. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും അധികാരം പങ്കിടുന്ന ഭരണ ക്രമീകരണമാണ് ഫെഡറലിസം. മറക്കാൻ പാടില്ല. ഇന്ത്യൻ ഫെഡറൽ സംവിധാനം സ്വീകരിക്കാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? എന്തുകൊണ്ടാണ് ഇന്ത്യ ഫെഡറൽ സംവിധാനം സ്വീകരിച്ചത്? നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യവും ഐക്യവും പരിപാലിക്കുന്നതിനും പ്രാദേശിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിലൂടെ വിഘടനവാദ പ്രവണതകളെ ഫലപ്രദമായിട്ട് ചെറുക്കുന്നതിനും ആണ്. അതുപോലെ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഇടയിൽ അധികാരം പങ്കിടുന്നതിലൂടെ ജനാധിപത്യം ഊട്ടി ഉറപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇന്ത്യ ഫെഡറലിസം സ്വീകരിച്ചത്. ഫെഡറലിസത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, അർദ്ധ ഫെഡറൽ സംവിധാനം, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ. ദ്വിമണ്ഡലം പറയുമ്പോൾ ലോകസഭയും രാജ്യസഭയും ചേർന്ന നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ്. അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും ആർക്കാണ്? കേന്ദ്രത്തിനാണ്. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങളിൽ കേന്ദ്രത്തിനാണ് മേൽക്കൈ. ഏക പൗരത്വം, ഭരണഘടനയുടെ പരമാധികാരം, കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് ഒരു പൊതു ഭരണഘടന. ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥയാണ്. ആരും എന്തില്ല, ആ നീതിന്യായം കൂട്ടുനിൽക്കുന്നില്ല, അത് നിഷ്പക്ഷമാണ്. കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, കേന്ദ്രങ്ങൾക്ക് അധികാരമുണ്ട്, സംസ്ഥാനങ്ങൾക്കും അധികാരമുണ്ട്. അർദ്ധ ഫെഡറൽ സംവിധാനം. ഓക്കെ, അർദ്ധ ഫെഡറൽ സംവിധാനം. എവിടെ നിന്ന് അർദ്ധ ഫെഡറൽ സംവിധാനം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത്? കാനഡയിൽ നിന്നാണ് കേട്ടോ. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ. അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും ആർക്ക് തന്നെയാണ്? കേന്ദ്രത്തിന് തന്നെയാണ്. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങളിൽ കേന്ദ്രത്തിനാണ് മേൽക്കൈ കേട്ടോ. ഭേദഗതി ചെയ്യാൻ ആർക്കാണ് അധികാരം? കേന്ദ്രത്തിന് തന്നെയാണ്. അതുപോലെ ഏക പൗരത്വമാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. ഭരണഘടനയുടെ പരമാധികാരമാണ്. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് ഒരു പൊതു ഭരണഘടനയാണ്. സംസ്ഥാനങ്ങൾക്കായിട്ട് വേറെ ഒരു ഭരണഘടന ഇല്ല. ഓക്കെ, നമുക്ക് ഇനി അടുത്ത് നോക്കാം. അധികാര വിഭജനം പരാമർശിക്കുന്ന ഭരണഘടനയുടെ പട്ടിക ഏതാണ്? അധികാര വിഭജന ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നത് 7ാം പട്ടികയാണ്. അധികാര വിഭജനം എന്ന് പറയുമ്പോൾ യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്, അവശിഷ്ട അധികാരമുണ്ട് കേട്ടോ. ആ യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കേന്ദ്ര ഗവൺമെന്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരം ആയിരിക്കും. ആർക്കാണ്? കേന്ദ്ര ഗവൺമെന്റിന്. ഭരണഘടന നിലവിൽ വരുമ്പോൾ 97 വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതൊക്കെ വിഷയങ്ങളാണ് മെയിൻ ആയിട്ട് പറയുന്നത്? വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം കേട്ടോ. ഇതൊക്കെ യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. ഇനി സ്റ്റേറ്റ് ലിസ്റ്റ് പറയുമ്പോൾ സംസ്ഥാന ഗവൺമെന്റുകൾക്കാണ് കൂടുതൽ അധികാരമുള്ളത്. അതായത് പൂർണ്ണമായിട്ടും സംസ്ഥാന ഗവൺമെന്റുകൾക്കാണ്. തുടക്കത്തിൽ 66 വിഷയങ്ങളാണ്. കൃഷി, ജയില്, പോലീസ്, തദ്ദേശ സ്വയംഭരണം, ഇതൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റ് വരും. കൺകറന്റ് ലിസ്റ്റ് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിനും അധികാരമുണ്ട്, സംസ്ഥാന ഗവൺമെന്റുകൾക്കും നിയമം നിർമ്മിക്കാനുള്ള അധികാരമുണ്ട്. 2 പേർക്കും അധികാരമുണ്ട്. തുടക്കത്തിൽ 47 വിഷയങ്ങളുണ്ട്. അതിൽ വിദ്യാഭ്യാസം, വനം, വിവാഹം, വരുന്ന 3 പഠിക്കുക. വിദ്യാഭ്യാസം, വനം, വിവാഹം. പിന്നെ ട്രേഡ് യൂണിയൻ, ഇതൊരു കൺഫ്യൂഷൻ വരും കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണേ. ട്രേഡ് യൂണിയൻ, ജനന മരണ രജിസ്ട്രേഷൻ കൺകറന്റ് ലിസ്റ്റിലാണ്. അതുപോലെ റെസിഡ്യൂറി പവേഴ്സ് എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും ആർക്കാണ്? 3 അധികാര പട്ടികകളിലും ഉൾപ്പെടാത്തായിട്ടുള്ള വിഷയങ്ങളാണ് ഇത്. അവശിഷ്ട അധികാരം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും കേന്ദ്ര ഗവൺമെന്റിനാണ് അധികാരം.
അത് സൈബർ നിയമം അവശിഷ്ടാധികാരത്തിൽ വരുന്നതാണ് കേട്ടോ. ശ്രദ്ധിക്കേണ്ടത് ലിസ്റ്റുകൾ അധികാര വിഭജനം യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്, അവശിഷ്ടാധികാരങ്ങൾ. 4ലും ആരാണ് അധികാരം? യൂണിയൻ പറയുമ്പോൾ യൂണിയൻ തന്നെയാണ്, സംസ്ഥാനം പറയുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് തന്നെയാണ്. എന്നാൽ 2ലും വരുന്നത് കൺകറന്റ് ലിസ്റ്റ് 2 പേർക്കും വരും. എന്നാൽ പ്രൊസീജിയറിൽ ഒരാൾക്ക് മാത്രം, കേന്ദ്ര ഗവൺമെന്റിന് മാത്രം. ഇനി നമ്മുടെ ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്ന അധികാരം വേർതിരിക്കൽ സംവിധാനത്തിലെ 3 ഘടകങ്ങൾ ഏതെല്ലാം ചോദിച്ചാൽ നിയമനിർമ്മാണ സഭയും കാര്യനിർവഹണ വിഭാഗവും നീതിന്യായ വിഭാഗവുമാണ്. അത് നിയമനിർമ്മാണ സഭ എന്ന് പറയുമ്പോൾ അത് ഏതാണ്? പാർലമെന്റ് ആണ് അല്ലെ? നിയമനിർമ്മാണ സഭ എന്ന് പറഞ്ഞാൽ പാർലമെന്റ് ആണ്. പാർലമെന്റിന്റെ അധികാരങ്ങൾ, ഇന്ത്യൻ നിയമനിർമ്മാണ സഭയുടെ പേര് പാർലമെന്റ് എന്നാണ്. നിയമങ്ങൾ നിർമ്മിക്കുക എന്നതാണ് പാർലമെന്റിന്റെ പ്രാഥമിക ധർമ്മം. അതായത് ജനങ്ങളുടെ അഭിലാഷങ്ങളെ മുൻനിർത്തി കാലാനുസൃതമായ പരിവർത്തനങ്ങൾ, കാലത്തിനനുസരിച്ചിട്ട് നിയമങ്ങൾ മാറ്റണമല്ലോ, അതൊക്കെ ചെയ്ത് പുതിയ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട്. നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. അത് എന്താ പറയാൻ കാരണം? ലോകസഭയും രാജ്യസഭയും നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിലുണ്ട് അല്ലെ? 2 എണ്ണമില്ലേ? അതുകൊണ്ടാണ് ദ്വിമണ്ഡലം എന്ന് പറയുന്നത്. വലിപ്പവും, അതായത് വലിയ വലിയ രാജ്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? 2 സഭകൾ സ്ഥാപിക്കണം. കാരണം അവിടെയുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരാൻ എളുപ്പം അത് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് വലിപ്പവും വൈവിധ്യമുള്ള രാജ്യങ്ങൾ സാധാരണയായിട്ട് ദേശീയ നിയമനിർമ്മാണ സഭകൾ 2 എണ്ണം സ്ഥാപിക്കാറുണ്ട്. അതുപോലെ രാജ്യത്തെ എല്ലാ വൈവിധ്യങ്ങളും ജനങ്ങളെയും പ്രദേശങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നതിന് ഇത് സഹായകമാണ്. ജനാധിപത്യപരമായ ചർച്ച, സംവാദം സാധ്യമാക്കുന്നതിൽ ഈ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്ന ഘടകം ഏതാണ്? സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ്. അതുപോലെ ഈ നിയമനിർമ്മാണ സഭയുടെ ചുമതല, പാർലമെന്റ് എന്തൊക്കെ ചെയ്യും? നിയമം നിർമ്മിക്കും, പൊതുഖജനാവിന്റെ സംരക്ഷകനായിട്ട് പ്രവർത്തിക്കും, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പങ്കാളിയാകും, എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കും. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കും. ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായിട്ട് പ്രവർത്തിക്കണം. ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായിട്ട് പ്രവർത്തിക്കണം. ഭരണഘടനാ ഭേദഗതി പരിഗണിക്കല്, അംഗീകരിക്കല് എല്ലാം പാർലമെന്റ് ആണ് കേട്ടോ. അതേപോലെ നമ്മുടെ ലോകസഭയുടെയും രാജ്യസഭയുടെയും സവിശേഷതകൾ നമുക്ക് നോക്കാം. ഇവിടെ മണ്ഡലം എന്ന് പറയുന്നത് ലോകസഭ ഒരു അധോസഭ, അധോസഭ എന്നറിയപ്പെടുന്നത് ഏതാണ്? ലോകസഭയാണ്. ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. എല്ലാം ഓൾ പിക്യു ആണ് കേട്ടോ. ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നില്ല, എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ അംഗങ്ങളെ നേരിട്ട് തെരഞ്ഞെടുക്കൂല്ലേ? നമ്മൾക്കറിയാം കേരളത്തിൽ നമ്മൾ 20 MP ലോകസഭയിലേക്ക് അയക്കാറുണ്ട്. നമ്മൾ വോട്ട് ചെയ്തിട്ടില്ല അവരെ അയക്കുന്നത്. അപ്പൊ നേരിട്ടാണ് നമ്മൾ അവരെ അയക്കുന്നത്. എന്നാൽ നമ്മൾ രാജ്യസഭയിലേക്ക് എവിടേക്കെങ്കിലും നമ്മൾ വോട്ട് ചെയ്യാൻ വേണ്ടി രാജ്യസഭയിലേക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പോകാറുണ്ടോ? ഇല്ല. അംഗങ്ങളെ നേരിട്ട് നമ്മൾ ഒരിക്കലും തെരഞ്ഞെടുക്കുന്നില്ല. 25 വയസ്സ് പൂർത്തിയായ ലോകസഭയിലേക്ക് മത്സരിക്കാം, 30 വയസ്സ് പൂർത്തിയായാൽ രാജ്യസഭയിലേക്ക് മത്സരിക്കാം. ഇവിടെ കാലാവധി, അതായത് അംഗങ്ങളുടെ അല്ല, ലോകസഭയുടെ കാലാവധിയാണ് 5 വർഷം. എന്നാൽ രാജ്യസഭയുടെ കാലാവധി ചോദിച്ചാൽ രാജ്യസഭയ്ക്ക് കാലാവധിയില്ല, രാജ്യസഭ സ്ഥിരം സഭയാണ് കേട്ടോ. 550 അംഗങ്ങളാണ് ലോകസഭയില് അംഗസംഖ്യ കേട്ടോ. അതുപോലെ രാജ്യസഭയിൽ 250, 550, 250. അതേപോലെ ലോകസഭയുടെ അധ്യക്ഷൻ ആരാണ്? സ്പീക്കർ ആണ് കേട്ടോ. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്. ലോകസഭയുടെ അധ്യക്ഷൻ സ്പീക്കർ, രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി. കേരളത്തിൽ എത്ര ലോകസഭാ മണ്ഡലങ്ങളുണ്ട്? 20 അല്ലേ? അവയുടെ പേരുകളാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, ഇത് ഒരു തവണ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. താഴെ തന്നിട്ടുള്ളതിൽ ലോകസഭാ മണ്ഡലത്തിൽ വരാത്തത് ഏത് എന്ന് ചോദിച്ചിട്ട് കേട്ടോ. 4 ഓപ്ഷൻ തന്നു. ആ 4 ഓപ്ഷനിൽ 1 ലോകസഭാ മണ്ഡലം ആയിരുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഒന്ന് നന്നായിട്ട് മനസ്സിരുത്തിയിട്ട് 20 ലോകസഭാ മണ്ഡലങ്ങളും നിങ്ങൾ വായിച്ചിരിക്കണം, ഉറപ്പായും വായിച്ചിരിക്കണം. 1 കാസർഗോഡ്, കണ്ണൂര്, വടകര, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പൊന്നാനി, പാലക്കാട്, ആലത്തൂർ, തൃശൂർ, ചാലക്കുടി, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, മാവേലിക്കര, പത്തനംതിട്ട, കൊല്ലം, ആറ്റിങ്ങൽ, തിരുവനന്തപുരം. ഇത്രയും 20 ലോകസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. ഇനി ബില്ലുകൾ വിവിധ തരമുണ്ട്, വിശദമാക്കുക. 1 സെക്കൻഡ് കേട്ടോ, വെയിറ്റ് ചെയ്യുന്നേ. ബില്ലുകൾ വിവിധ തരമുണ്ട്. ഏതൊക്കെയാണ്? ഗവൺമെന്റ് ബില്ലുണ്ട്, സ്വകാര്യ ബില്ലുണ്ട്, ധനബില്ല്, ധനേതര ബില്ല്. അപ്പോ ഗവൺമെന്റ് ബില്ല് എന്ന് പറഞ്ഞാൽ മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ല്. ഇങ്ങനെയുള്ള വേർഡുകൾ വരുമ്പോൾ കൺഫ്യൂഷൻ വരാൻ പാടില്ല കേട്ടോ. മന്ത്രിമാർ അവതരിപ്പിക്കുന്ന, മന്ത്രിമാരെ ഒന്ന് മനസ്സിലാക്കണ്ടേ? ഇപ്പൊ നമ്മുടെ മന്ത്രിമാരെ ഒന്ന് മനസ്സിൽ കാണൂ. ആ മന്ത്രിമാർ അവതരിപ്പിക്കുന്ന, ആ പാർലമെന്റിൽ ഒന്ന്
ആ നിയമനിർമ്മാണ സഭയിൽ അവതരിപ്പിക്കുന്ന ഒരു ബില്ലാണ് ഗവൺമെന്റ് ബിൽ. സ്വകാര്യ ബില്ല് എന്ന് പറഞ്ഞാൽ മന്ത്രി അല്ലാത്ത, എന്നാൽ പാർലമെന്റ് അംഗം ആയിരിക്കുന്ന ആൾ കേട്ടോ. മന്ത്രിയാകാൻ പാടില്ല, എന്നാൽ പാർലമെന്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ലാണ് സ്വകാര്യ ബില്ല്. എന്നാൽ ധനബില്ലോ പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണവും ചെലവഴിക്കലും സംബന്ധിച്ച ബില്ലാണ് ധനബില്ല്. അറിയാലോ, ഖജനാവ് അല്ലേ, ധനം. ഇനി ധനേതര ബില്ല്, ധനബില്ലുകൾ അല്ലാത്തവയാണ് ധനേതര ബില്ല്. ഭരണഘടനാ ഭേദഗതി ബില്ലും സാധാരണ ബില്ലുകളുമാണ് ധനേതര ബില്ലുകളായിട്ട് കണക്കാക്കുന്നത്. ക്വസ്റ്റ്യൻ വരും, പഠിച്ചോളണം കേട്ടോ. ധനേതര ബില്ലിന് ഉദാഹരണമാണ് ഭരണഘടനാ ഭേദഗതി ബില്ലും സാധാരണ ബില്ലുകളും ധനേതര ബില്ലിന് ഉദാഹരണമാണ്. ധനബില്ലോ പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം ചെലവഴിക്കൽ സംബന്ധിച്ച ബില്ല്. ഇനി ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ധനബില്ല് ലോകസഭയിലാണ്. രാജ്യസഭയ്ക്ക് ധനബില്ലുമായി യാതൊരു ബന്ധവും ഇല്ല കേട്ടോ. ലോകസഭയിൽ അത് പാസ്സാക്കിയിട്ട് ഒരു 14 ദിവസത്തേക്ക് രാജ്യസഭയ്ക്ക് അയക്കും. ലോകസഭ എല്ലാം ആക്കിയ നിയമമൊക്കെ നിർമ്മിച്ച് ബില്ലുകളിലൊക്കെ കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് രാജ്യസഭയിലേക്ക് അയക്കും. രാജ്യസഭ 14 ദിവസം, ചോദ്യമാണ് കേട്ടോ, പ്രീവിയസ് ആണ്, 14 ദിവസങ്ങൾക്കുള്ളിൽ എന്ത് ചെയ്യണം? തിരിച്ച് ലോകസഭയിലേക്ക് വിടണം. അവിടെ രാജ്യസഭ അംഗീകരിച്ചില്ലെങ്കിലും ശരി, അംഗീകരിച്ചാലും ശരി, അത് ലോകസഭ പാസ്സാണ്. മനസ്സിലായോ? അവിടെ രാജ്യസഭയ്ക്ക് ഒരു നിയമവും ഇല്ല, ധനബില്ലില് മാത്രം കേട്ടോ. ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ്. ഒരു ബില്ല് നിയമമാകണമെങ്കിൽ ഏതെല്ലാം ഘട്ടങ്ങളിലൂടെ പോകണം? 1ാം വായന കഴിയണം, 2ാം വായന കഴിയണം, 3ാം വായന കഴിയണം. ആ 1ാം വായനയിൽ ആദ്യം എന്ത് ചെയ്യണം? 1ാം വായന പറയുമ്പോൾ ആദ്യം അവതരിപ്പിക്കണം അല്ലെ, കാര്യമൊന്നും അവതരിപ്പിക്കണം. ധനബില്ല് അല്ലാത്ത ഏതൊരു ബില്ലും ഇരുസഭകളിൽ ഏതെങ്കിലും ഒന്നിൽ എന്ന് പറഞ്ഞാൽ ഏതാണ്? ലോകസഭയിലോ രാജ്യസഭയിലോ, അതായത് ലോകസഭയിലോ രാജ്യസഭയിലോ ഏതെങ്കിലും ഒന്നിൽ എന്ത് ചെയ്യണം? മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കണം. അത് അവതരിപ്പിച്ചു അല്ലെ. ഇനി 2ാം വായനയോ? ഈ ഘട്ടത്തിൽ ബില്ല് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുകയോ സഭയിൽ തന്നെ ചർച്ച ചെയ്യുകയോ ചെയ്ത് കമ്മിറ്റി ഘട്ടം എന്ന് അറിയപ്പെടുന്നു. അപ്പൊ കമ്മിറ്റി ഘട്ടം എന്നറിയപ്പെടുന്നത് ബില്ലിന്റെ 2ാം വായനയിലാണ് കേട്ടോ. മാറ്റങ്ങളോ ഭേദഗതികളോ ഒക്കെ ഈ ഘട്ടത്തിൽ സ്വീകരിക്കും. 3ാം വായന ബില്ല് സഭ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നു. ഇല്ലെങ്കിൽ ബില്ല് അംഗീകരിക്കും, അല്ലെങ്കിൽ നിരസിക്കും. ഇതേ പ്രക്രിയ തന്നെ 2ാമത്തെ സഭയിലും ആവർത്തിക്കപ്പെടും. ഏത് 2ാമത്തെ സഭ? ഫസ്റ്റ് ലോകസഭയിലാണെങ്കിൽ അവിടെ ഈ 3 ഘട്ടങ്ങൾ കഴിഞ്ഞ് രാജ്യസഭയിലും വീണ്ടും ഇതേ ഘട്ടം ആവർത്തിക്കും. അതാണ് 2ാമത്തെ സഭയിലും ആവർത്തിക്കപ്പെടാം. ഇരു സഭകളും അംഗീകരിക്കുന്ന പക്ഷം ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായിട്ട് സമർപ്പിക്കും. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതോടുകൂടി ബില്ല് നിയമമായിട്ട് മാറും. എന്താണ് ഭരണഘടനാ ഭേദഗതി? ഭരണഘടനയിൽ തിരുത്തലുകളോ ഒഴിവാക്കലുകളോ കൂട്ടിച്ചേർക്കലുകളോ ഒക്കെ വരുത്തുന്നതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അതേപോലെ സാമൂഹ്യ രാഷ്ട്രീയ ആവശ്യങ്ങളെ പരിഗണിച്ച് കാലാനുസൃതമായി ഭരണഘടനയിൽ മാറ്റം വരുത്തുവാൻ ഭേദഗതി പ്രക്രിയ സഹായകമാകുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഭരണഘടന ഭേദഗതി ചെയ്യാൻ ആർക്കാണ്? പാർലമെന്റിന് തന്നെയാണ്. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ദക്ഷിണാഫ്രിക്ക പ്രീവിയസ് ചോദ്യമാണ്. ഏതാണ്? ആർട്ടിക്കിൾ 368 പ്രകാരമാണ് ഭരണഘടന ഭേദഗതി ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന വിവിധ ഭേദഗതി രീതികൾ ഏതെല്ലാമാണ്? അയവുള്ളതുണ്ട്, ദൃഢമായ ഭേദഗതി. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇന്ത്യൻ ഭരണഘടന ദൃഢവുമാണ് അയവുള്ളതുമാണ് എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അയവുള്ള ഭേദഗതി എന്താ? കേവല ഭൂരിപക്ഷത്തോടുകൂടെ സാധാരണ നിയമനിർമ്മാണത്തിന് സമാനമായ നടപടിക്രമങ്ങളിലൂടെ ആണ് ഭേദഗതി ചെയ്യുന്നത്. ഉദാഹരണം, സംസ്ഥാനങ്ങളുടെ പേര് മാറ്റാൻ. ഇപ്പൊ ഒരു സംസ്ഥാനത്തിന്റെ പേര് മാറ്റണം എന്ന് പറഞ്ഞാൽ എന്ത് മതി? ഒരു അയവുള്ള ഭേദഗതിയാണ്, അതിൽ വലിയ കാര്യമൊന്നുമില്ല. മനസ്സിലായോ? അതുപോലെ അതിരുകൾ നിശ്ചയിക്കുക, പൗരത്വം, ഇതൊക്കെ എന്താണ്? അയവുള്ള ഭേദഗതിയാണ്. കേവല ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ 3ൽ 1 അംഗീകരിച്ചാൽ മതി കേട്ടോ. എന്നാൽ ദൃഢമായ ഭേദഗതി പാർലമെന്റിന്റെ ഇരു സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം. ഇവിടെ കേവല ഭൂരിപക്ഷമാണെങ്കിൽ ഇവിടെ പ്രത്യേക ഭൂരിപക്ഷം, അവിടെ 3ൽ 2 അംഗങ്ങളുടെ ഒപ്പ് വേണം. മനസ്സിലായോ? പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. ഉദാഹരണം, മൗലിക അവകാശം, മാർഗനിർദ്ദേശക തത്വങ്ങളെല്ലാം ദൃഢമായ ഭേദഗതിയാണ്. എന്നാൽ അതിദൃഢമുണ്ട് അല്ലെ, 3 ഉണ്ട്. അയവുള്ളതുണ്ട്, ദൃഢമുണ്ട്, അതിദൃഢം. അത് നല്ല പ്രശ്നമായിരിക്കും അല്ലെ. ചില അതിപ്രധാന വകുപ്പുകൾ പാർലമെന്റിന്റെ ഇരു സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പറയുമ്പോൾ 3ൽ 2 ഭൂരിപക്ഷത്തോടൊപ്പം പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടും കൂടി, അതായത് 28 സംസ്ഥാനങ്ങളില് 14 സംസ്ഥാനത്തിൽ കുറയാത്ത
സംസ്ഥാനങ്ങള് 14 കൂടണം. അത്രയും സംസ്ഥാനങ്ങൾ അംഗീകരിക്കണം. എങ്കിൽ മാത്രമേ ഭേദഗതി ചെയ്യാൻ കഴിയുള്ളൂ. കേന്ദ്ര സംസ്ഥാനങ്ങളുടെ അധികാര വിഭജനം, ജനപ്രാതിനിധ്യ നിയമം, ഇതെല്ലാം ഇതുമാണ് അതിദൃഢമായ ഭേദഗതി. കേന്ദ്ര അധികാര വിഭജനം പറഞ്ഞ ലിസ്റ്റുകളിലില്ലേ, അതിനൊക്കെ മാറ്റം വെക്കണമെങ്കിൽ അതിദൃഢമായ ഭേദഗതി വേണം. ഇനി ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പട്ടിക പത്തൊമ്പതിന്റെ സംസ്ഥാനങ്ങളുടെ പേര് മാറ്റാൻ എന്താണ് അത് നമ്മൾ പറഞ്ഞു കൂൾ. അതങ്ങനെ നിസ്സാരമായിട്ട് കണ്ടു. നിങ്ങൾ അങ്ങനെ പഠിക്കുമ്പോൾ നിസ്സാരമായിട്ടാണ് ഒരു സംസ്ഥാനത്തിന്റെ പേര് മാറ്റണം. ഓക്കെ, നമുക്ക് രാജസ്ഥാന്റെ പേര് മാറ്റാം. അതെന്താ, അതും സിമ്പിൾ ആയിട്ട് മാറ്റാം കേട്ടോ. അപ്പൊ അയവുള്ള ഭേദഗതി അങ്ങനെ പഠിക്കുക. ഇനി 86-ാം ഭരണഘടനാ ഭേദഗതി എന്താണ്? 86-ാം ഭരണഘടനാ ഭേദഗതി 2002 നിലവിൽ വന്നതാണ് അല്ലെ. വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറിയത്, മൗലിക അവകാശമായി മാറി. അപ്പൊ അത് ദൃഢമാണ്. ഇനി കൺകറന്റ് ലിസ്റ്റിൽ ഭേദഗതി വരുത്താൻ, അത് അതിദൃഢമായ ഭേദഗതി. കൺകറന്റ് ലിസ്റ്റ് ആണ്. ലിസ്റ്റില് അല്ലെ, കൺകറന്റ് ലിസ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ, വനം, വിവാഹം, അതുപോലെ വിദ്യാഭ്യാസം, ജനന മരണ രജിസ്ട്രേഷൻ, ഇതൊക്കെ നമ്മൾ കൺകറന്റ് ലിസ്റ്റിലാണ് പറഞ്ഞില്ലേ. ഇതിലൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ അതിദൃഢമാണ്. കാര്യനിർവഹണ വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്താണ്? അപ്പൊ നമ്മൾ ഇത്ര നേരം നിയമനിർമ്മാണ സഭകളെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് പഠിച്ചു. നിയമനിർമ്മാണ സഭയായ പാർലമെന്റിനെ കുറിച്ചിട്ട് വ്യക്തമായി പഠിച്ചു. ഇനി അടുത്ത് നമ്മൾ കാര്യനിർവഹണ വിഭാഗത്തിലേക്ക് കടക്കുകയാണ്. നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പിലാക്കൽ, ഭരണനിർവഹണം എല്ലാം കാര്യനിർവഹണ വിഭാഗത്തിന്റെ. കാര്യനിർവഹണ വിഭാഗത്തിന്റെ ഘടന എങ്ങനെയാണ്? രാഷ്ട്രീയ എക്സിക്യൂട്ടീവും സ്ഥിരം എക്സിക്യൂട്ടീവും ഉണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, നിയമനിർമ്മാണ സഭ പഠിച്ചില്ലേ, പാർലമെന്റ്. അതിൽ നമ്മൾ ലോകസഭയെ കുറിച്ച് പഠിച്ചു. നിയമനിർമ്മാണ സഭ എന്ന് പറഞ്ഞാൽ പാർലമെന്റ് ആണ്. അത് നമ്മൾ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് പഠിക്കണം. പാർലമെന്റ് ആണ് പറഞ്ഞു. പാർലമെന്റിൽ ലോകസഭയുണ്ട്, രാജ്യസഭയുണ്ട്, അതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് ആ ഭാഗം പഠിച്ചു. ഇനി അടുത്തതാണ് കാര്യനിർവഹണ വിഭാഗം. അതിൽ വരുന്നതാണ് രാഷ്ട്രീയ എക്സിക്യൂട്ടീവും സ്ഥിരം എക്സിക്യൂട്ടീവും. രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് പറഞ്ഞാൽ രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിമാർ. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിമാർ. സ്ഥിരം എക്സിക്യൂട്ടീവിലാണ് ഉദ്യോഗസ്ഥ വൃന്ദം. ഓൾ ഇന്ത്യ സർവീസും കേന്ദ്ര സർവീസും സംസ്ഥാന സർവീസും ഒക്കെ സ്ഥിരം എക്സിക്യൂട്ടീവിന് ഉദാഹരണമാണ്. അപ്പൊ നിങ്ങൾ നാളെ ഓരോരുത്തരും കാര്യനിർവഹണ വിഭാഗത്തിൽ വരുന്ന ആൾക്കാരാണ്. നാമമാത്ര എക്സിക്യൂട്ടീവ് ഉണ്ട്. രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് തന്നെ 2 ഉണ്ട്. നാമമാത്ര എക്സിക്യൂട്ടീവും യഥാർത്ഥ എക്സിക്യൂട്ടീവും. അതിൽ നാമമാത്ര എക്സിക്യൂട്ടീവാണ് രാഷ്ട്രപതി, യഥാർത്ഥ എക്സിക്യൂട്ടീവാണ് പ്രധാനമന്ത്രിയും മന്ത്രിസഭയും. ഇനി രാഷ്ട്രീയ കാര്യ നിർവഹണ വിഭാഗം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സർക്കാരിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി, മന്ത്രിമാർ എന്നിവരടങ്ങുന്നതാണ് കാര്യനിർവഹണ വിഭാഗം. പഠിച്ചല്ലോ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സർക്കാരിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി, മന്ത്രിമാർ. ഭരണഘടനാപരമായി രാഷ്ട്രപതിയാണ് കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ. പ്രീവിയസ് ചോദ്യമാണ്. കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ രാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നുണ്ടാകും. തെറ്റിക്കാൻ പാടില്ല. ഭരണഘടനാപരമായി രാഷ്ട്രപതിയാണ് കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ. പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുമുള്ള മന്ത്രിസഭയും നൽകുന്ന ഉപദേശങ്ങൾ അനുസരിച്ച് വേണം രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ട. രാഷ്ട്രപതിക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. പ്രധാനമന്ത്രിയും മന്ത്രിസഭയും നൽകുന്ന ഉപദേശങ്ങൾ അനുസരിച്ച് വേണം രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടത്. രാഷ്ട്രപതി തീരുമാനിക്കുന്നതും ആര് തന്നെയാണ്? പാർലമെന്റ് തന്നെയാണ്. രാഷ്ട്രപതിക്ക് സ്വന്തം വിവേചനാധികാരം ഉപയോഗിച്ച് പ്രവർത്തിക്കാവുന്ന സാഹചര്യങ്ങളും ഉണ്ട്. ചില സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ പവർ ഉപയോഗിക്കും. ഇനി രാഷ്ട്രപതി തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? പാർലമെന്റിന്റെ ഇരുസഭകളിലെയും, ലോകസഭയിലെയും രാജ്യസഭയിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. പഠിച്ചോളണം, രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. അപ്പോ എങ്ങനെയാണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുക? നമ്മുടെ ഇരുസഭയിലെ, ലോകസഭയും രാജ്യസഭയും അതുപോലെ സംസ്ഥാനത്തെ നിയമനിർമ്മാണ സഭകളിലെ അവിടെയുള്ള ഈ ഒരു വാക്ക് ശ്രദ്ധിക്കണം കേട്ടോ. തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതി തെരഞ്ഞെടുക്കുന്നത്. രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി 5 വർഷം. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള യോഗ്യത 35 വയസ്സ്. എന്നിട്ട് നമ്മൾ ലോകസഭ എത്രയാ പഠിച്ചത്? 25. രാജ്യസഭ എത്രയാ പഠിച്ചത്? 30. രാഷ്ട്രപതി എത്രയാ? 35. ഇന്ത്യൻ പൗരർക്ക് 35 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. രാഷ്ട്രപതിയുടെ ചുമതലകൾ പഠിച്ചോളണം കേട്ടോ. പാർലമെന്റ് വിളിച്ചു ചേർക്കണം, ലോകസഭ പിരിച്ചുവിടണം, പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കണം, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക, സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, പ്രതിരോധ സേനകളുടെ സർവ്വസൈനാധിപനായിട്ട് പ്രവർത്തിക്കുക. പ്രതിരോധ സേനകളുടെ സർവ്വസൈനാധിപൻ എപ്പോഴും ചോദിക്കാറുണ്ട്, അത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കുന്നത് ആരായിരിക്കും? അത് ഉപരാഷ്ട്രപതി ആയിരിക്കും. രാഷ്ട്രപതിയുടെ അഭാവത്തില് കാര്യങ്ങൾ ചെയ്യുന്നത് എപ്പോഴും ഉപരാഷ്ട്രപതിയാണ്. ഇനി പ്രധാനമന്ത്രിയുടെ ചുമതലകൾ എന്തൊക്കെയാണ്? രാജ്യത്തിന്റെ ഭരണതലവൻ, ഇത് പ്രീവിയസ് ചോദ്യമാണ്. രാജ്യത്തിന്റെ ഭരണതലവൻ പ്രധാനമന്ത്രിയാണെങ്കിൽ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ചോദിച്ചാൽ അത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ്.
ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയും മുന്നണിയുടെയും രാജ്യത്തിന്റെയും നേതാവാണ് പ്രധാനമന്ത്രി. മന്ത്രിസഭ രൂപീകരിക്കുന്നതും മന്ത്രിസഭയിലേക്കും ക്യാബിനറ്റിലെയും 385 അംഗങ്ങളെ നിശ്ചയിക്കുന്നതും പ്രധാനമന്ത്രിയാണ്. മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്താനും ക്യാബിനറ്റിലേക്കും മന്ത്രിസഭയിലേക്കും അംഗങ്ങളെ ഉൾപ്പെടുത്താനും ഒഴിവാക്കാനും ഒക്കെ അധികാരം പ്രധാനമന്ത്രിക്കാണ്. രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും പാർലമെന്റിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് പ്രധാനമന്ത്രി. അതുപോലെ പൗരരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം ഭരണഘടനാ മൂല്യങ്ങളും സംരക്ഷിക്കുന്ന ആരാണ്? പ്രധാനമന്ത്രിയാണ്. ഇനി ഇന്ത്യയുടെ ജുഡീഷ്യൽ വ്യവസ്ഥയുടെ പ്രത്യേകത എന്താണ്? ഏക സംയോജിത ജുഡീഷ്യൽ, ഇങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ അവിടെ ഒന്ന് പതറും അല്ലേ? അപ്പോ നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യൽ വ്യവസ്ഥ ഏക സംയോജിത ജുഡീഷ്യൽ സംവിധാനമാണ്. മുകളിലേക്ക് പോകുന്തോറും കോടതികളുടെ എണ്ണം കുറയും, അധികാരം കൂടും. അപ്പൊ കീഴ്ക്കോടതികൾ ഒരുപാടുണ്ട് അല്ലെ, നിറയെ കീഴ്ക്കോടതികളുണ്ട്, എന്നാൽ അധികാരം കുറവായിരിക്കും. മേലേക്ക് പോ, 14 ജില്ലാ കോടതി, അധികാരം കുറച്ചു കൂടും. ഹൈക്കോടതി നമുക്കറിയാം, ഓരോ സ്റ്റേറ്റിനും ഓരോ ഹൈക്കോടതി അല്ലേ? അപ്പൊ എന്താണ്, ഇവിടെയും അധികാരം കൂടും. അതേപോലെ സുപ്രീം കോടതി ഒറ്റൊന്ന്, അതിനേക്കാൾ പവർ. മനസ്സിലായോ? അതായത് താഴെ നിന്നും മേലേക്ക് പോകും തോറും കോടതികളുടെ എണ്ണം കുറയും, പക്ഷെ അധികാരം കൂടും. ഇനി സുപ്രീം കോടതി കുറിച്ചിട്ട് എന്തൊക്കെയാണ്? നമ്മുടെ പരമോന്നത നീതിപീഠമാണ്. നിലവിൽ വന്നത് 1950 ജനുവരി മാസം 28-നാണ് കേട്ടോ. ഇതാ ഒരു പോയിന്റ് നോക്കാം. നമ്മൾ സാധാരണ എപ്പോഴും ജനുവരി 26 എന്ന് പഠിക്കും. പക്ഷെ എന്താണ് ഇവിടെ ജനുവരി 28, 1950 ജനുവരി 28-നാണ് നിലവിൽ വന്നത്. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി 65 വയസ്സാണ് കേട്ടോ. എപ്പോഴാണ് റിട്ടയർമെന്റ്? 65 സുപ്രീം കോടതി ജഡ്ജിമാരുടെ. വിവിധ തരത്തിലുള്ള നിയമ തർക്കങ്ങൾക്ക് പരിഹാരം നൽകുന്നു. ഭരണഘടനയുടെ പരമോന്നത വ്യാഖ്യാതാവായും മൗലിക അവകാശങ്ങളുടെ സംരക്ഷകനായിട്ടും നിലകൊള്ളുന്നുണ്ട്. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. അതേപോലെ ഇവിടെ വായിച്ചു അല്ലെ. ഇനി സുപ്രീം കോടതി ജഡ്ജിമാരെ കാലാവധിക്ക് മുമ്പായി നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിലാണ്. നമ്മൾ നേരത്തെ പാർലമെന്റിന്റെ അധികാരം പറഞ്ഞപ്പോ ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ പങ്കാളിയാവുക എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇവരെയൊക്കെ നീക്കം ചെയ്യുന്നത് എങ്ങനെയാണ്? ഇംപീച്ച്മെന്റിലൂടെയാണ് അല്ലെ. അതിൽ പാർലമെന്റ് നിക്ഷിപ്തമാണ്. സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ എന്തെല്ലാമാണ്? ഉത്ഭവാധികാരം അല്ലെ. അധികാരങ്ങൾ എല്ലാം ഉത്ഭവിക്കുന്നത് എവിടെ തന്നെയാണ്? സുപ്രീം കോടതിയിൽ നിന്നാണ്. അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം, ഉപദേശക അധികാരം, ഉപദേശിക്കാനും നമ്മൾ കീഴ്ക്കോടതികളിൽ നിന്നൊക്കെ അപ്പീൽ പോകുന്നത് എവിടെയാ? സുപ്രീം കോടതിയിലേക്കായിരിക്കും അല്ലെ. റിട്ട് അധികാരം ഏതാണ്? സുപ്രീം കോടതിയുടെ റിട്ട് അധികാരം പറയുന്ന ആർട്ടിക്കിൾ 32, പുനരവലോകന അധികാരം. അതേപോലെ നോക്കിക്കേ, ഉത്ഭവാധികാരം അല്ലെ. കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ നോക്കിക്കേ. അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം എന്താണ്? ഏതൊരു കീഴ്ക്കോടതിയുടെയും വിധിയിന്മേൽ വരുന്ന അപ്പീലുകൾ സ്വീകരിക്കാനുള്ള അധികാരം. ഉപദേശക അധികാരം, രാഷ്ട്രപതിക്ക് നിയമോപദേശം നൽകാൻ. റിട്ട് അധികാരം, മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ പ്രത്യേകം ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള സുപ്രീം കോടതിയുടെ അധികാരം. ആർട്ടിക്കിൾ 32. പുനരവലോകന അധികാരം പറഞ്ഞാൽ ഭരണഘടനയുടെ സംരക്ഷകർ. മനസ്സിലായോ? ഇപ്പൊ ഇത്രയും പറഞ്ഞില്ലേ സുപ്രീം കോടതിയുടെ അധികാരം. അപ്പൊ ഒരു സംശയം ഉണ്ടാവും, എന്താണ് ഉത്ഭവാധികാരം? ഉത്ഭവാധികാരം പഠിച്ചു. എന്താ ഉത്ഭവാധികാരം? കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ പരിഹരിക്കാൻ, അതാണ് ഉത്ഭവാധികാരം എന്ന് പറയുന്നത്. സുപ്രീം കോടതിയുടെ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ തർക്കം ഉണ്ടായാൽ അതില് തർക്കങ്ങൾ പരിഹരിക്കാൻ ഹൈക്കോടതിക്കൊന്നും അവിടെ അധികാരമില്ല, സുപ്രീം കോടതിക്ക് മാത്രമാണ്. അപ്പീൽ പരിഗണിക്കുക അല്ലെ. കീഴ്ക്കോടതിയും ജില്ലാ കോടതിയും ഹൈക്കോടതിയിൽ നിന്നൊക്കെ പോയി കേസ് പോയി അപ്പീൽ പോകുന്നത് എവിടെയാണ്? അവസാനം സുപ്രീം കോടതിയിൽ. ഉപദേശാധികാരം പറയുമ്പോൾ രാഷ്ട്രപതിക്ക് നിയമോപദേശം നൽകുന്നത് സുപ്രീം കോടതി. റിട്ട്, മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ആരാ? സുപ്രീം കോടതി. ആർട്ടിക്കിൾ 32. എന്നാൽ ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഏത് ആർട്ടിക്കിളാണ്? 226 കേട്ടോ. പുനരവലോകന അധികാരം പറയുമ്പോൾ ഭരണഘടനയുടെ സംരക്ഷകർ. ഇന്ത്യൻ ഗവൺമെന്റിന്റെ അധികാരങ്ങളിൽ പരസ്പര നിയന്ത്രണവും ഏകോപനവും എങ്ങനെയാണ് സാധ്യമാവുന്നത്? ബജറ്റ് പരിഗണിക്കുക, ചോദ്യോത്തരവേള തുടങ്ങിയ മാർഗങ്ങളിലൂടെ എക്സിക്യൂട്ടീവിനെയും ഇംപീച്ച്മെന്റ് പോലുള്ളവയിലൂടെ ജുഡീഷ്യറിയെയും നിയന്ത്രിക്കുവാൻ പാർലമെന്റിന് കഴിയും. അതുപോലെ ബില്ലുകൾക്ക് അംഗീകാരം നൽകുക, ദയാഹർജി പരിഗണിക്കൽ, ജഡ്ജിമാരുടെ നിയമനം, സ്ഥലമാറ്റം പോലുള്ളവയുടെ എക്സിക്യൂട്ടീവിനെ പാർലമെന്റിനെയും ജുഡീഷ്യറിയെയും ക്രിയാത്മകമായി നിയന്ത്രിക്കുക. കണ്ടോ, പരസ്പരം നിയന്ത്രണമാണ്. ഒന്നിനെ ബന്ധിപ്പിക്കുകയാണ്. കണ്ടോ, ഇത് ഇതിനെ ബന്ധിപ്പിക്കും, ഇത് ഇതിനെ ബന്ധിപ്പിക്കും. കണ്ടോ, പരസ്പരം കണ്ണിയാണ്. അതാണ് പരസ്പര നിയന്ത്രണം, ഏകോപനം. കണ്ടോ, നീതിന്യായ പുനരവലോകന അധികാരത്തിലൂടെ ജുഡീഷ്യറിക്ക് പാർലമെന്റിനെയും എക്സിക്യൂട്ടീവിനെയും നിയന്ത്രിക്കാൻ സാധിക്കും.
അതായത് നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം, 3 വിഭാഗം പറ്റില്ലേ? 3 പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒന്നിനെ നിയന്ത്രിച്ചിട്ടാണ് വരുന്നത്. ഓക്കെ ആണല്ലോ? എങ്ങനെയുണ്ട് ക്ലാസ്? ഇഷ്ടപ്പെട്ടോ? തീർച്ചയായിട്ടും സബ്സ്ക്രൈബ്, എന്നും ക്ലാസ്സിൽ പറയുന്നതാണ്, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ക്ലാസ് കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്ത് താഴ്ന്ന് കമന്റ് ഒക്കെ ചെയ്ത് ക്ലാസ്സുകൾ കണ്ട ശേഷം നിങ്ങൾ കമന്റ് ചെയ്യുക. അതിന് മുമ്പ് തന്നെ ഒന്ന് സബ്സ്ക്രിപ്ഷൻ ഒക്കെ കൊടുക്കുക കേട്ടോ. ചാനലിൽ, ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാ ലെസൺ SCRT ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു പോയിന്റ് വിടാതെ ഇങ്ങനെയൊക്കെ ഇത്രയും തന്നെ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ തരുമ്പോൾ റിവിഷൻ ചെയ്യാൻ സൂപ്പർ അല്ലേ? ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.